ഇത് 2N3055 എന്ന് പറയുന്ന NPN പവർ ട്രാൻസിസ്റ്ററാണ്. ഇതിന് 15 ആംപിയർ ഒറിജിനൽ ആണെങ്കിൽ 15 ആംപിയർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജിയുടെ സിമ്പലൊന്നും ഇങ്ങനെയല്ല. പക്ഷേ നമുക്ക് ഇത് മതി ഈ സർക്യൂട്ടിന്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരെണ്ണേ യൂസ് ചെയ്യുന്നില്ല, ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്താൽ മതി. എൻ്റെ സ്പെയർ ഒരു ട്രാൻസിസ്റ്റർ ഇല്ല. കാരണം ആകെ ഉണ്ടായിരുന്ന 2 എണ്ണം ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്തു. കാരണം ഇത് എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ഫിക്സ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സാധനം. ഇതുപോലത്തെ ട്രാൻസിസ്റ്ററിൻ്റെ പാക്കേജിങ്ങിനെ പറയുന്ന പേരാണ് TO3 പാക്കേജിങ് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ പിൻ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്കുണ്ട്. ഇതിന് ഒരു സൈഡിൽ ലെങ്ത് കൂടുതല. ഈ ഗ്രീൻ ആരോ ഉണ്ട്, അതിൻ്റെ ആ സൈഡിലോട്ട്, പിന്നിൽ നിന്ന് ആ സൈഡിലോട്ടുള്ള ലെങ്ത് എന്ന് വെച്ചാൽ റെഡ് ആരോ വെച്ച് നോക്കണമെങ്കിൽ ലെങ്ത് കൂടുതലാണ്. അപ്പം ആ ലെങ്ത് കൂടുതലുള്ള ഭാഗം റൈറ്റ് സൈഡിലോട്ട് വെച്ചിട്ട്, അപ്പം ബോഡി കളക്ടറാണ്, എപ്പോഴും ബോഡി കളക്ടറാണ്. പിന്നെ മുകളിലത്തെ പിൻ എമിറ്റർ, താഴത്തെ പിൻ ബേസ്. വളരെ സിമ്പിളാണ് പിൻ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വേരിയബിൾ കറണ്ട് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. നമ്മൾ ഈ പവർ സപ്ലൈയുടെ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നും വേരി ചെയ്യുന്നില്ല, ആ സർക്യൂട്ടൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ലോഡിലേക്കുള്ള കറണ്ടിനെ വേരി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസാണ്. അതിൻ്റെ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ കൂടെ ഫ്ലോ ചെയ്ത കറണ്ടിലാണ് തീരുമാനിക്കുന്നത് എത്രമാത്രം കളക്ടർ ടു എമിറ്ററിലോട്ട് എത്രമാത്രം കറണ്ട് ഫ്ലോ ചെയ്യണം. കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്താൽ കൂടുതൽ കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യും. കുറച്ച് കറണ്ടാണ് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഫ്ലോ ചെയ്യണമെങ്കിൽ കളക്ടർ കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തിന്, കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ. ഇവിടെ നമ്മുടെ BC547 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഒരു ഡ്രൈവറായിട്ടാണ്, പവർ ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രൈവറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ സർക്യൂട്ടൊന്നും അല്ല കേട്ടോ. കാരണം ഇല്ലെന്ന് പറയാൻ കാരണം നമ്മളിവിടെ ഫീഡ്ബാക്ക് ഒന്നും യൂസ് ചെയ്യില്ല. ഒരു പ്രൊഫഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലോഡ് എത്തുമ്പോൾ ഞാൻ 2 ആംപിയർ എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്താൽ ലോഡ് എത്ര കുറഞ്ഞാലും കൂടിയാലും എല്ലാം 2 ആംപിയർ വരെ ഫ്ലോ ചെയ്യും. ലോഡ് കുറയും തോറും കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പം അവിടെ 2 ആംപിയർ സപ്ലൈ ചെയ്യുമെങ്കിൽ 2 ആംപിയർ അതുവഴി ഫ്ലോ ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ അവൻ സപ്ലൈ ചെയ്യില്ല. അത് കാരണം വെച്ചാൽ അവിടെ ഫീഡ്ബാക്ക് യൂസ് ചെയ്യും. ഒരു റെസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ കൂടെ ഇൻപുട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സർക്യൂട്ട് ഇതിനകത്ത് ഇല്ലാത്തടത്തോളം കാലം ഇതൊരു കോൺസ്റ്റൻറ്റ് കറണ്ട് പവർ സപ്ലൈ അല്ല. ഇത് പക്ഷേ ഒരു കറണ്ട് കൺട്രോൾഡ് ആണ്. നമുക്ക് വേരി ചെയ്യാൻ പറ്റും, പക്ഷേ അതൊരു കോൺസ്റ്റൻ്റ് അല്ല. നമുക്ക് ഔട്ട്പുട്ട് കറണ്ടിനെ വേരി ചെയ്യുന്ന ചില സർക്യൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ഇവനെ യൂസ് ചെയ്യാം. അല്ലാതെ വേരിയബിൾ പവർ സപ്ലൈയിലൊന്നും കൊണ്ടുപോയി ഉപയോഗിക്കരുത്. അതിന് പകരം, അതായത് ഈ വേരിയബിൾ റെസിസ്റ്റൻസിലെ ഇപ്പോൾ ഈ കൺട്രോൾ, അതിന് പകരം നമ്മൾ പ്രീസെറ്റാണ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. പ്രീസെറ്റ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് അങ്ങ് വയ്ക്കും. 1 ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പോകില്ല ഒരിക്കലും. അതിൽ കുറഞ്ഞുള്ള കറണ്ട് എപ്പോഴും ഇത് ഫ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സർക്യൂട്ടിൽ, അത് പ്രീസെറ്റ് ആയിട്ടുള്ള സർക്യൂട്ടുകളിൽ, അത് ഫിക്സഡ് ലോഡ് പ്രീസെറ്റ് കറണ്ട് ആയിട്ടുള്ള സാധനങ്ങളിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇത്.
നമുക്കിനി ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം ആദ്യമേ. കാരണം ഇതൊരു ബെഞ്ച് പവർ സപ്ലൈ നിന്ന് വരുന്നതല്ല കേട്ടോ, ഇതൊരു എലിമിനേറ്റർ സർക്യൂട്ടിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് 16.28 12 വോൾട്ടിൻ്റെ എലിമിനേറ്റർ, 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ. അത് കപ്പാസിറ്റി ഫിൽറ്ററിങ് കഴിഞ്ഞ് വരുമ്പോൾ 1.4 വോൾട്ടേജോളം കൂടുതൽ വരും. അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ അത് 12 വോൾട്ട് ആയിക്കോളും. അപ്പോൾ അങ്ങനത്തെ ഒരു സർക്യൂട്ടാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ട 15.76 വോൾട്ടേജ്. അത് ചെറിയ ഡ്രോപ്പൊക്കെ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ഏകദേശം 16 അടുപ്പിച്ച് വോൾട്ടേജ് ഉണ്ട്. നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്റർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴും അവിടെ ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, കാരണം ചേഞ്ച് ആവുന്നില്ല. ഞാൻ ഇത് വേരിയബിൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താൽ ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആണ്. നമുക്കിനി ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ലോഡ് കൊടുത്തു നോക്കാം. ഞാൻ കൊടുക്കാൻ പോകുന്ന ലോഡ് എന്ന് വെച്ചാൽ 12 വോൾട്ട് 20 വാട്ടിൻ്റെ ഒരു LED ബൾബാണ്. പിന്നെ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പിന്നെ ഈ ഒരു ബൾബ് എന്ന് വെച്ചാൽ ഏകദേശം 1.5 ആംപിയറോളം വലിക്കും കേട്ടോ. നിങ്ങളൊന്ന് അന്തം വിട്ടുന്നുണ്ടാവും ഞാൻ ഈ 16 വോൾട്ട് എടുത്ത് ഈ 12 വോൾട്ടിൻ്റെ ബൾബിൽ എങ്ങനെ കൊടുക്കുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ലോഡ് കൊടുക്കുമ്പോൾ ഇത് 12 വോൾട്ടായിട്ട് കുറയും. കാരണം ഇത് കപ്പാസിറ്റി എക്സൈറ്റഡ് വോൾട്ടേജ് ആണ്. അതായത് എക്സൈറ്റഡ് വോൾട്ടേജ് എന്ന് വെച്ചാൽ കപ്പാസിറ്റി ഫിൽറ്ററിങ്ങിൻ്റെ ഔട്ട്പുട്ടിൽ എന്തോന്നാലും വോൾട്ടേജ് കൂടുതലായിരിക്കും. ലോഡ് കൊടുത്താലേ അത് കുറയുള്ളൂ. ഞാൻ 16 വോൾട്ടേജ് ഉള്ള പവർ സപ്ലൈ കൊടുത്ത ഉടനെ LED കണ്ടല്ല കത്തണത്, പക്ഷെ വളരെ ബ്രൈറ്റ് കുറഞ്ഞാണ് കത്തുന്നത്. കാരണം വെച്ചാൽ കറണ്ട് ഇല്ലല്ലോ, കറണ്ട് വളരെ കുറവാണല്ലോ. ഇനി ഞാൻ പതുക്കെ എൻ്റെ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ബ്രൈറ്റ്നസ് കൂടുന്നതുണ്ടോ, അത് കറണ്ട് കൂടുന്ന കൊണ്ടാണ് ഈ ബ്രൈറ്റ്നസ് കൂടുന്നത്. ഞാൻ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഓരോ ഡിസ്ക് കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്, 0.22 മൈക്രോ ഫാരഡിൻ്റെ. അത് എന്തിനെന്ന് വെച്ചാൽ ഇൻട്രഷ് കറണ്ട് വരണമെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ്. സ്പൈക്ക് വല്ലതും വരണമെങ്കിൽ ബൈപ്പാസ് ചെയ്യാൻ. കാരണം ഔട്ട്പുട്ടിലിട്ടേക്കണം എന്തിനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് അങ്ങ് കൂടുകയാണ്. അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പൈക്ക് വല്ലതും വരണമെങ്കിൽ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഇട്ടേക്കണത്. പിന്നെ സർക്യൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് എഴുതി ചോദിക്കാൻ മടിക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.